A warm welcome is the heartbeat of every celebration, for it opens the doors to joy and togetherness. When welcoming words flow from the heart, they create a melody of connection and celebration. ഇന്നത്തെ ഈ സെലിബ്രേഷന് അധ്യക്ഷപദം അലങ്കരിക്കുവാനായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് റെവറൻഡ് സിസ്റ്റർ ലിസിയ OSS ആണ്. സിസ്റ്റർ ലിസിയയെ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ ഞാൻ ഏറ്റവും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ആനുവൽ ഡേ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യുന്നതിനായി ഇവിടെ എത്തിയിരിക്കുന്നത് ഹെയർ ഹൈനസ് പത്മശ്രീ അശ്വതി തിരുനാൾ ലക്ഷ്മി ഗൗരി ഭായ് തമ്പുരാട്ടിയാണ്. ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ ഏറ്റവും ആദരപൂർവ്വം സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു. വളരെ ചുരുങ്ങിയ കാലയളവിൽ ഉള്ളിൽ തന്നെ നമ്മുടെ സ്കൂൾ ഇവിടെ അറിയപ്പെടുന്ന മികവാർന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനമായി വളർന്നു വരുവാൻ ഇടയായിട്ടുണ്ട്. പൂങ്കുളത്തിനും അതിൻ്റെ പ്രാന്തപ്രദേശങ്ങൾക്കും വലിയ സംഭാവനകൾ, നന്മകൾ ഇത് കാലാകാലങ്ങളായി നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഈ നാടിൻ്റെ കലാകായിക, സാംസ്കാരിക, ഭൗതിക മേഖലകളിലെല്ലാം അതിൻ്റെ വളർച്ചയ്ക്ക്, അതിൻ്റെ പുരോഗതിക്ക് വലിയ നേതൃത്വം നൽകുവാൻ നമ്മുടെ സ്കൂളിന് ഇപ്പോഴും കഴിയുന്നു എന്നുള്ളത് വളരെ പ്രശംസനീയമായൊരു കാര്യമാണ്. നമ്മുടെ സ്കൂൾ ഒരു ആഴമായ, കൃത്യമായ ഒരു ദർശനത്തോടു കൂടിയാണ് ഇവിടെ പ്രവർത്തിക്കുക. ഇതിൻ്റെ ലോഗോയിൽ പ്രത്യേകമായി 3 വാക്കുകൾ ആലേഖനം ചെയ്തിട്ടുണ്ട്: ലവ്, വിസ്ഡം ആൻഡ് പീസ്. സ്നേഹം, ജ്ഞാനം, സമാധാനം. പരിശുദ്ധാത്മാവിൻ്റെ ഫലദാനങ്ങളിൽ നിന്ന് പ്രത്യേകമായി തിരഞ്ഞെടുത്ത 3 നന്മകളാണിവ. സന്തോഷത്തിൻ്റെയും ജ്ഞാനത്തിൻ്റെയും സമാധാനത്തിൻ്റെയും അഗ്നി ഇവിടെ പഠിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളുടെയും ഹൃദയങ്ങളിൽ ജ്വലിക്കണം. ആ ജ്വാലയിൽ പ്രക്ഷോഭിക്കുന്ന പ്രതിഭാധനരായ ഒത്തിരിയേറെ വിദ്യാർത്ഥികളെ വാർത്തെടുക്കുക, പൗരന്മാരെ വാർത്തെടുക്കുക എന്നതാണ് നമ്മുടെ വിദ്യാലയത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം. കുട്ടികളെ, 2 അക്ഷരത്തിൻ്റെ ശക്തി നിങ്ങളെ 5 വയസ്സിൽ തൊട്ടേ മനസ്സിലാക്കണം. അത് രക്ഷകർത്താക്കളുടെയും ടീച്ചർമാരുടെയും ഒക്കെ ഒരു ചുമതലയും അത്യാവശ്യവും തന്നെയാണ്. നോ, വേണ്ട എന്ന് പറയാൻ ആ 2 അക്ഷരത്തിൻ്റെ ശക്തി അത് ഉപയോഗിക്കേണ്ട സ്ഥലത്ത് ഉപയോഗിച്ചേ പറ്റൂ. ലേൺ ടു സേ നോ വെൻ ദ സിറ്റുവേഷൻ ഡിമാൻഡ്സ് ഇറ്റ്. നോ എന്ന് പറയണം. എന്തിൻ്റെ അടുക്കലാണ് നോ പറയേണ്ടത്? മയക്കുമരുന്നിൻ്റെ അടുക്കൽ, മദ്യത്തിൻ്റെ അടുക്കൽ, പിന്നെ എന്തെല്ലാം തെറ്റായിട്ടുള്ള പ്രവൃത്തികളുണ്ട്. പ്രായം കൂടി വരുമ്പോൾ അതിൻ്റെയൊക്കെ എഗൻസ്റ്റ് നോ എന്ന് പറയാനായിട്ട് ആദ്യത്തെ മയക്കുമരുന്നിൻ്റെ ആദ്യത്തെ സ്വാദ് രുചിക്കരുത്, മദ്യത്തിൻ്റെ ആദ്യത്തെ തുള്ളി കുടിക്കരുത്, ഒരു സിഗരറ്റിൻ്റെ ആദ്യത്തെ പഫ് എടുക്കരുത്, ആവശ്യമില്ലാത്ത ബന്ധങ്ങളിലേക്ക് ആദ്യത്തെ കാലെടുത്ത് വെക്കരുത്. ആദ്യം അത് തന്നെ പറയണം. നോ, നോ ടു ഡ്രഗ്സ്, നോ ടു ഡ്രിങ്ക്സ്, നോ ടു ഇല്ലിസിറ്റ് ബിഹേവിയർ. നോ. ആ നോ പറയാനായിട്ട് പഠിക്കണം. നിങ്ങളെ പ്രോത്സാഹിപ്പിക്കാനും നിങ്ങളെ വശീകരിക്കാനും ഒക്കെ ഒരുപാട് വഴികളുണ്ട്. അതിലൊന്നും വീഴല്ലേ. ഒരു മുട്ടായിയോ ഒരു ചോക്ലേറ്റോ ഒരു കേക്കിൻ്റെ കഷ്ണമോ അറിയാൻ വയ്യാത്ത ഒരാൾ നിങ്ങൾക്ക് തരികയാണെങ്കിൽ ഈശ്വരനെ വിചാരിച്ച് അത് കഴിക്കരുതേ. അതിൻ്റെ അകത്ത് എന്താണ് ഒളിഞ്ഞു കിടക്കുന്നതെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാൻ വയ്യ. ആ രീതിയിൽ അല്പസ്വല്പമല്ല, നല്ലവണ്ണം ശ്രദ്ധിച്ച് തന്നെ മുമ്പോട്ട് പോകണം. ഒരൊറ്റ മതമുണ്ടുലകിന്നുയിരാം പ്രേമമതൊന്നല്ലോ, പരക്കെ നമ്മെ പാലമൃതൂട്ടും പാർവണ ശശിബിംബം.
ഒരൊറ്റ മതമുണ്ടുലകിന്നുയിരാം പ്രേമമതൊന്നല്ലോ. പരക്കെ നമ്മെ പാലമൃദൂട്ടും പാർവണ ശശിബിംബം. ഭക്ത്യനുരാഗതയാദിവപുസ്സാ പരാത്മചൈതന്യം. പലമട്ടേന്തി പാരിതിനെങ്ങും പ്രകാശമരുളുന്നു. ഭക്ത്യനുരാഗതയാദിവപുസ്സാ പരാത്മചൈതന്യം. പലമട്ടേന്തി പാരിതിനെങ്ങും പ്രകാശമരുളുന്നു. ഈ അങ്കണത്തിൽ ഒരുപാട് മക്കൾ ഓടിക്കളിച്ച് വളരുന്നുണ്ട്. അവരെല്ലാവരുടെയും വസന്തം ഈ ലോകത്തിന് ആവശ്യമാണ്. ഒന്നും ഒന്നിനും പകരമാകുന്നില്ല എന്നുള്ളത് പൊയ്വാക്കാണ്. കാരണം എല്ലാം നമുക്ക് ആവശ്യമുള്ളതാണ്. ആരെയും ഒന്നിനോട് നമുക്കും തുലനപ്പെടുത്തുവാനായിട്ടും സാധ്യമല്ല. കാരണം എല്ലാം ഈ ലോകത്തിന് ആവശ്യമാണെന്ന് തമ്പുരാൻ കണ്ടതുകൊണ്ടാണ് എല്ലാവരെയും ഒരുപോലെ സൃഷ്ടിക്കാത്തത്. ഈ സ്കൂൾ മുറ്റത്ത് ഓടിക്കളിക്കുന്ന പിഞ്ചോമനകളുടെ ഓരോ ഹൃദയത്തിലും അവരുടേതായിട്ടുള്ള സൗന്ദര്യം ഉതകുന്ന ഒരു കഴിവിൻ്റെ ഒരു നിറകുടമുണ്ട് എന്ന് വിശ്വസിക്കുവാനാണ് ഈ അനുഗ്രഹ പ്രഭാഷണത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഓരോ മക്കളുടെയും ജീവിതം അവനാകുന്ന രീതിയിൽ വളർന്നു വരുമ്പോൾ അവനെ കൈകൾ വെച്ച് അനുഗ്രഹിക്കുവാനായിട്ട് അവൻ്റെ കൂടെ അധ്യാപകരും മാതാപിതാക്കളും ഒപ്പം നിങ്ങളുമുണ്ടെങ്കിൽ ആ കുഞ്ഞ് ഈ ലോകത്തിൽ ഒരു വലിയവനായിട്ട് മാറ്റപ്പെടും. പ്രിയപ്പെട്ടവരെ, ഈ ഒരു ഹോളി സ്പിരിറ്റ് സ്കൂൾ എന്ന് പറയുന്നത് ഈ സമൂഹത്തിന് വേണ്ടി അനേകം സ്റ്റാറുകളെ വാർത്തെടുക്കുന്ന ഒരു വിദ്യാലയമാണ്. നമ്മൾ കുറച്ച് സ്റ്റാറിൻ്റെ പെർഫോമൻസ് കണ്ടു. അവരും ഇതുപോലെ ഉന്നതങ്ങളിൽ ഉയർന്നു നിൽക്കുന്ന സ്റ്റാറുകളായിട്ട് മാറണം. മാതാപിതാക്കളായ നമ്മളും അധ്യാപകരായ ഈ സ്കൂളിലെ അധ്യാപകർ, സിസ്റ്റേഴ്സ്, നമ്മളെല്ലാം ഇവരെ സപ്പോർട്ട് ചെയ്യുന്നവരാണ്. ഇപ്പോൾ നമ്മൾ കൊടുക്കുന്ന സപ്പോർട്ടാണ്. ഇനി ഇവർ ചെയ്യേണ്ടത് ഈ കുട്ടികൾ സ്റ്റാറായിട്ട് ഉയർന്നു നിൽക്കണം. ഈ സമൂഹത്തിൻ്റെ സ്റ്റാറായിട്ട്, ഭവനത്തിൻ്റെ സ്റ്റാറായിട്ട്, അവർ തന്നെ ഒരു കുടുംബമാകുമ്പോൾ കുടുംബത്തിൻ്റെയൊക്കെ സ്റ്റാറായിട്ട്, അവരായിരിക്കുന്ന മേഖലകളിലെ സ്റ്റാറായിട്ട് ഉയർന്നു നിൽക്കുവാൻ എല്ലാ കുട്ടികൾക്കും സാധിക്കട്ടെ. അനേകം നക്ഷത്രങ്ങളെ, വഴികാട്ടുന്ന നക്ഷത്രങ്ങളെ, നക്ഷത്രം അനേകർക്ക് ദൈവത്തിലേക്ക് വഴികാട്ടിയായി മാറി. അതുപോലെ ഈ സ്കൂള് ഈ പ്രദേശത്തുള്ള അനേകം കുട്ടികൾക്ക് യഥാർത്ഥ അറിവിലേക്കുള്ള, യഥാർത്ഥ വിദ്യാഭ്യാസത്തിലേക്കുള്ള, യഥാർത്ഥ മൂല്യബോധത്തിലേക്കുള്ള, ഡിസിപ്ലിനിലേക്കുള്ള, അച്ചടക്കത്തിലേക്കുള്ള വഴികാട്ടിയായി ഹോളി സ്പിരിറ്റ് സ്കൂൾ ഒരു സ്റ്റാറായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും മെറി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. അക്ഷരത്തിൻ്റെ ആദ്യാക്ഷരം പകർന്നു തരുന്ന ഒരു വിദ്യാലയത്തിൽ ആണ് എൻ്റെ ആദ്യ പരിപാടി. അതിൽ എനിക്ക് അവസരം ഒരുക്കി തന്ന ഇവിടുത്തെ നല്ലവരായ സിസ്റ്റർമാർക്കാണ്. എനിക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് ഈ ഹോളി സ്പിരിറ്റ് സ്കൂളിൽ ഒരു പൊതുപരിപാടിയിൽ എൻ്റെ അമ്മമാരും എൻ്റെ സഹോദരിമാരും എൻ്റെ കൊച്ചനുജത്തിമാരും എൻ്റെ കൊച്ചുമക്കളുടെ കൂടെ എനിക്കൊരു പരിപാടി പങ്കിടാൻ കിട്ടിയത്. ഒരു വിദ്യാർത്ഥി എന്താവണമെന്ന് തീരുമാനിക്കേണ്ടത് സ്കൂളിലെ അധ്യാപകരാണ്. അവരാണ് ആ കൊച്ചുമക്കളുടെ പഠനത്തിലൂടെ അവർ ഈ സമൂഹത്തിൽ എന്തായി തീരുമെന്ന് അവരാണ് വിലയിരുത്തുന്നത്. എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ കുറച്ച് പുസ്തക പുഴുക്കളെ സൃഷ്ടിക്കൽ മാത്രമല്ല എന്ന് നമ്മുടെ സമൂഹം തിരിച്ചറിഞ്ഞുകൊണ്ട് വിദ്യാഭ്യാസത്തിന് പുതിയ പുതിയ മാനങ്ങൾ നൽകിയിട്ടുണ്ട്. മൂല്യബോധമുള്ള വ്യക്തികളെ സൃഷ്ടിക്കുക എന്നുള്ള ഒരു ചിന്തയിലേക്ക് എഡ്യൂക്കേഷൻ മാറിയിരിക്കുമ്പോൾ എനിക്ക് അഭിമാനപൂർവ്വം പറയുവാൻ കഴിയും, അത്തരത്തിൽ മൂല്യബോധമുള്ള, പൗരബോധമുള്ള വ്യക്തികളെ സൃഷ്ടിക്കുന്ന തലത്തിലേക്ക് ഈ സ്കൂൾ അതിൻ്റെതായ നിരവധി പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നുണ്ട്, ചിട്ടപ്പെടുത്തുന്നുണ്ട്, നടപ്പിലാക്കുന്നുണ്ട് എന്ന്. Get ready to enjoy their adorable steps and cheerful expression that will surely bring
smile to all of us. Now with a warm applause, let us welcome our little chickens to perform the lively chicken dance on the stage. With this, we formally conclude the formal function of COSITI 2K25 and now look forward to the cultural program which will follow shortly. Once again, thank you everyone for making these events memorable.